നമ്മളിന്നൊരു ബോക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ 3ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതേപോലെ മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ വേറെ 2 പീസ് എടുത്തിട്ട് സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് മടക്കിയിട്ടുള്ളത്. ഇതേപോലത്തെ 2 പീസ് എടുക്കുക. എന്നിട്ട് ഞാൻ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചേ, പക്ഷേ അത് പെട്ടെന്ന് ഒട്ടില്ല. അതുകൊണ്ട് ഞാൻ P7000 എടുത്തു. ഇതിൽ പശ കുറവാണ്, പക്ഷെ എന്നാലും നമ്മളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറേ നോക്കി, പക്ഷെ വരുന്നില്ല. അവസാനം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 10,000 ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. രണ്ട് സൈഡും ഇതേപോലെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് കിട്ടും. ബോക്സ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഇനി കുറച്ച് ഫോം ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ പച്ച എടുത്തത് ഒരു നല്ല പച്ചയാണ്. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് കുത്തുന്ന പോലെ തോന്നുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല പച്ച കളർ ലൈറ്റ് ആയിട്ടുള്ളൊരു ഫോം ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കാൻ പോകണം. ഇഷ്ടമുള്ള പശ ഉപയോഗിക്കാം. ഇത് ഫെവിക്കോൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പെട്ടെന്ന് ഒട്ടും, ഫോം ഷീറ്റ് ആയതുകൊണ്ട്. സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. പുറത്തേക്ക് നിൽക്കുന്ന എക്സ്ട്രാ പീസോ ഭാഗമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിനിഷിങ്ങിന് വേണ്ടി ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അവസാനമായിട്ട് നമ്മൾ ലേസിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ റിബൺ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറ്റിൻ ക്ലോത്ത് വെച്ചിട്ട്, സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് നമ്മളൊരു റിബൺ സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഫൈനലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിച്ചത്, പക്ഷെ അത് നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു ബീഡ്സ് വെച്ചിന് കുത്തി കൊടുത്തിട്ടുണ്ട്. പശ ഉണങ്ങിയ ശേഷം ബീഡ്സ് പറിച്ചെടുത്താൽ മതി. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് വയ്ക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സ്.